പ്രിയപ്പെട്ട അധ്യക്ഷരെ, സന്നദ്ധരായ സമകാലികരെ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സേവനമതത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമൂഹമായി സൃഷ്ടിക്കപ്പെട്ട ജീവികളിൽ ഏറ്റവും പ്രാധാന്യമാണ് മനുഷ്യർ. പരസ്പര സ്നേഹവും സഹായ സഹകരണവും ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന മനുഷ്യർക്ക് മുമ്പിലാണ് സേവനത്തിന്റെ മതത്തെ പറ്റി ഞാൻ അല്പം സംസാരിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രകൃതിപരമായി തന്നെ സർവ്വജീവികളിലും സേവന മനോഭാവങ്ങൾ ഊട്ടിയുറക്കപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളിലെ ജന്തുക്കൾ, മൃഗങ്ങൾ തുടങ്ങിയവയിലെല്ലാം പരസ്പര സേവനത്തിന്റെ മനോഭാവങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇവയിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്ത പ്രകടനമാക്കേണ്ടത് മനുഷ്യരെയാണ്. വിശുദ്ധ ഇസ്ലാം മത സേവനത്തെ കുറിച്ച് ഏറെ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം മനുഷ്യ തൊട്ട് പിറവ് കൊണ്ട് എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിശ്ചയിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം മതത്തിന്റെ പ്രാചാരണം അല്ലാഹു നിർവഹിച്ചത്. ആ പ്രവാചകന്മാരെല്ലാം സേവന സന്നദ്ധരായ പ്രബോധകരായിരുന്നു എന്നതാണ് ചരിത്രം. പ്രിയമുള്ളവരെ, അതിർത്തി നിർണയിക്കപ്പെട്ടതല്ല ഇസ്ലാം മതത്തിലെ സേവനം. പാരാവാരം കണക്കെ വിശാലമാണത്. ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിനപ്പുറം സമൂഹമായി ഇടപഴകുള്ള ജീവിതമാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത്. കടമായും കടപ്പാടുമായും അത് വിശ്വാസിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. വ്യക്തിബാധ്യതയും സാമൂഹിക കടമായും അത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. മാതാവിനോടും പിതാവിനോടും ഭാര്യയോടും ഭർത്താവിനോടും അയൽവാസിയോടും ദേശത്തോടും എന്നിങ്ങനെ നീണ്ടുപോകുന്ന ബാധ്യതകൾ. എന്നെ ശ്രവിക്കുന്ന സഹജീവികൾക്ക് മുമ്പിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഞാൻ ഉണർത്തുന്നു. ഒരാൾ ഒരു വിശ്വാസിയുടെ ജീവിത ക്ലേശം ദൂരീകരിച്ചു കൊടുത്താൽ അള്ളാഹു അവന്റെ ക്ലേശം ദൂരീകരിച്ചു നൽകും. പ്രയാസപ്പെടുന്നവന് ഒരാൾ ആശ്വാസം നൽകിയാൽ ഇഹത്തിലും പരത്തിലും അവനെ അള്ളാഹു ആശ്വാസം നൽകും. പ്രിയമുള്ളവരെ, വിശാലമായ സമൂഹബോധത്തിലേക്കാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വിരൽ ചൂണ്ടുന്നത്. സമൂഹത്തിലേക്ക് നോക്കൂ. എത്രയാണ് മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും. കിടപ്പാടവും കുടിവെള്ളവും ഇല്ലാത്ത ദുരിതങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെ എണ്ണിയാൽ തീരുന്നതല്ലിത്. ഇവിടെയൊക്കെ ജനങ്ങൾ സേവനം ആഗ്രഹിക്കുകയാണ്. ഈ മേഖലകളിലെല്ലാം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ പറയുന്ന ഇസ്ലാം അത്തരക്കാർക്ക് ഉഗ്രൻ പ്രതിഫലം വാഗ്ദാനം നൽകുന്നു. സേവനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം മതത്തിന്റെ പട്ടികയിൽ ജാതിയോ മതമോ അതിർത്തി പണിതിട്ടില്ല. മാനുഷിക പരിഗണന മാത്രമാണ് അവിടെ മുഖ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സേവനത്തെ ചൂഷണമാക്കി മാറ്റുന്ന വലിയൊരു മാഫി തന്നെ സമൂഹത്തിലുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യന്റെ അവശതകൾ ചൂഷണം ചെയ്ത് തടിച്ചു കൊയ്ക്കുന്ന വർഗം. ഇവിടെയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രവർത്തകൻ മാതൃകയാവേണ്ടത്. നടപ്പാതിൽ നിന്നും ഉള്ളെടുത്തു മാറ്റുന്നത് പോലും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അരുളിയ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നാം. ഇക്കാര്യത്തിൽ സുന്നി സംഘട കുടുംബത്തെ എടുത്തു പറയാനുണ്ട്. വിവിധ മേഖലകളിൽ നാം ചെയ്തു വരുന്ന സേവന പ്രവർത്തനങ്ങൾ ആരായാലും അനുകരിക്കപ്പെടുന്നതായി മാറിയിട്ടുണ്ട്. ആധുനിക സമൂഹത്തിൽ ഇതൊരു വൈദ്യുരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.